സങ്കീർത്തനങ്ങൾ 22 അതിൻ്റെ 1-ാമത്തെ വാക്യം ദൈവമക്കളിൽ ഒരാൾ വായിച്ച് സഹായിച്ചാൽ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? BC 1000 ജീവിച്ചിരുന്ന ഇസ്രയേൽ കണ്ട മധുരഗായകനും അനുഗ്രഹീത പ്രവാചകനും ആയ ദാവീദിൻ്റെ തൂലിക തുമ്പിൽ നിന്ന് ജന്മം കൊണ്ട മഹൽ കൃതിയായ സങ്കീർത്തനങ്ങൾ 22 യേശുവിൻ്റെ ജനനത്തിന് 1000 വർഷ അനന്തരം 1000 വർഷത്തിന് മുൻപ് പ്രവചനക്കുന്നിൻ്റെ മോളിൽ കയറി നിന്ന് നാളെയുടെ നീളയിലേക്ക് നീണ്ടു നോക്കി കാലസമ്പൂർണതയിൽ അവനീമുഖത്ത് കാലൂന്നി നിൽക്കുന്ന യേശു കർത്താവിനെ കണ്ടുകൊണ്ട് ദാവീദ് രചിച്ച അനുഗ്രഹീത കീർത്തനമാണ് സങ്കീർത്തനങ്ങൾ 22. സങ്കീർത്തനങ്ങൾ 22 സൂക്ഷ്മമായി വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി സപ്തമഹിമപൂർണനായി തേജസ്താരിയായി എഴുന്നള്ളി വന്നിരിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മെ ഇങ്ങനെ ഇരുത്തേണ്ടതിന്, ഇത്ര വലിയ രക്ഷ നമുക്ക് നൽകി തരേണ്ടതിന് കഷ്ടം അനുഭവിച്ചതിൻ്റെ ഒരു ചിത്രം ഈ വചന പാരായണത്തിലും ധ്യാനത്തിൽ നിന്നും ലഭ്യമാകും. 1000 വർഷ അനന്തരം ഈ വാക്കിൻ്റെ പ്രത്യക്ഷരമായ നിവർത്തിയായി കാലസമ്പൂർണതയിൽ കാൽവറി മലമുകളിൽ പാരിനും പരത്തിനും നടുവിൽ, കള്ളന്മാരുടെ നടുവിൽ, കാലഘട്ടത്തിൻ്റെ നടുവിൽ കർമ്മദണ്ഡിതനായി കിടക്കുന്ന യേശു അവിടെ കിടന്നുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞ വാക്കുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ വാക്കിൻ്റെ നിവർത്തി മത്തായി എഴുതിയ സുവിശേഷം 27-ാമത്തെ അധ്യായം 46-ാമത്തെ വാക്യവും കൂടെ ഒന്ന് ചേർത്തി വായിച്ചാലും 46. ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. അടുത്തത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? BC 1000 ദാവീദ് ഉച്ചസ്വരത്തിൽ ചോദിച്ച ചോദ്യം 1000 വർഷാനന്തരം അവിടുത്തെ ഓമനകുമാരൻ അവനീ മുഖത്ത് നിന്നുകൊണ്ട് ഉച്ചസ്വരത്തിൽ ചോദിക്കുന്നു, വീണ്ടും ആവർത്തിച്ച്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? അതിന് ഉത്തരം വാക്കായോ ഭാഷണമായോ ഒന്നും സ്വർഗത്തിൽ നിന്ന് അപ്പോൾ കാണുന്നില്ല. സ്വർഗം നിശബ്ദമായിരുന്നു. സ്തോത്രം. പല ചോദ്യങ്ങൾക്കും സ്വർഗം മൂകമായി നിൽക്കുന്ന, നിശബ്ദമായി നിൽക്കുന്ന രംഗങ്ങളുണ്ട്. എന്നാൽ ആ നിശബ്ദതയ്ക്ക് അർത്ഥം ഉത്തരം മുട്ടി സ്വർഗം എന്നല്ല, ഉത്തരം ഇല്ല എന്നല്ല. അതിൻ്റെ അർത്ഥം ഇത്രേ: അവൻ അല്പം മുൻപോട്ട് ചെന്നപ്പോൾ ഉത്തരം വെളിപ്പെടാൻ തുടങ്ങി. കൈവിട്ടത് എന്ത്? കൈവിടപ്പെട്ടുപോയ മാനവജാതിയെ കൈക്കൊള്ളേണ്ടതിന്, കൈക്കൊള്ളപ്പെടേണ്ടതിന് അവിടുത്തെ ഓമനകുമാരൻ നമുക്ക് വേണ്ടി ആ ഓമനകുമാരനെ വിട്ടുകൊടുക്കാൻ സ്വർഗത്തിന് പ്രസാദം തോന്നി. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സീമാതുല്യ പാരുണ്യം വിളംബരം ചെയ്യപ്പെട്ട, പ്രദർശിക്കപ്പെട്ട ഇടം കാൽവറി ക്രൂശാണ്. ക്രൂശിതനിലേക്ക് നോക്കുവിൻ പ്രിയമുള്ളവരെ. ആമേൻ. ക്രൂശിതനിലേക്ക് നോക്കുമ്പോൾ
ആഴമായ സ്നേഹം അവിടെ കാണാം. അത്ര ആഴമുള്ള, അത്ര അർത്ഥമുള്ള, അത്ര ബലമുള്ള, അത്രയും കടമ്പുള്ള വേറൊരു സ്നേഹത്തിന്റെ പ്രദർശന വേദി വിശുദ്ധ വചനത്തിൽ വേറെ എവിടെയും കാണുന്നില്ല. അങ്ങനെയെങ്കിൽ സന്തോഷത്തോടെ ഒന്ന് സ്തോത്രം ചെയ്യാം. കൈവിട്ടത് എന്തിന്? കൈവിടപ്പെട്ട ഞാൻ ചേർക്കപ്പെടേണ്ടതിന്, കൈക്കൊള്ളപ്പെടേണ്ടതിന് വേണ്ടിയാണ് അവിടുത്തെ ഓമനകുമാരനെ കൈവിട്ടത്. അതിന്റെ ഉത്തരം സ്വർഗം ഒന്നും പറഞ്ഞില്ല എന്നാണ് നമുക്ക് അവിടുന്ന് മനസ്സിലാകുന്നത്. എന്നാൽ സഭായുഗമായപ്പോൾ, പെന്തക്കോസ്ത് നാളായപ്പോൾ മുതൽ അതിന്റെ ഉത്തരം വെളിപ്പെടാൻ തുടങ്ങി. അതിന്റെ ഉത്തരമാണ് ഈ പുറമറ്റം ദേശത്ത് ഇത്ര ഒരു ചെറിയ കൂട്ടം ഇവിടെ സത്യനമസ്കാരികളായി കർത്താവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അതിന്റെ ഉത്തരമാണ്. എന്റെ ദൈവം വാക്കുകൊണ്ട് ഉത്തരം പറയാതെ പ്രവൃത്തി കൊണ്ട് അതിന്റെ മറുപടി കാണിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ഈ ആരാധനയ്ക്കകത്തുണ്ടെങ്കിൽ സ്തോത്രം. സ്വർഗം എക്കാലം നിശബ്ദമല്ല, സ്വർഗം നിശബ്ദമായിരിക്കില്ല. സ്വർഗത്തിന്റെ നിശബ്ദതയ്ക്കകത്തും അർത്ഥമുള്ള ഒരു ഉത്തരത്തിന്റെ പ്രവൃത്തിയുടെ നിമിഷമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങൾ തട്ടി പ്രാപിച്ച ദൈവകൃപയിൽ അല്പനേരം ദൈവത്തെ സ്തുതിച്ചാരാധിപ്പാൻ നിയോഗമുണ്ടെങ്കിൽ നിയോഗത്തോടെ ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. ദിവംഗങ്ങൾ കേൾക്കാൻ ആ ചോദ്യം ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. പരങ്ങും പരക്കെ ഭാഷയുള്ളിടത്തെല്ലാം, ആ ലിപി ഉള്ളിടത്തെല്ലാം, ഈ ചോദ്യം ബൈബിൾ പരിഭാഷപ്പെടുത്തിയിടത്തെല്ലാം, ബൈബിളിലെ പ്രഭാഷകന്മാർ ഉള്ളിടത്തെല്ലാം ഈ ചോദ്യം ആവർത്തിച്ച് ചോദിക്കപ്പെടുന്നുണ്ട്. ഈ വാക്യം വായിക്കുമ്പോഴൊക്കെയും ദാവീദ് ചോദിച്ച ചോദ്യം, ദാവീദ് പുത്രൻ ക്രൂശിൽ വെച്ച് ഉന്നയിച്ച ചോദ്യം, ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് സത്യസഭ. അങ്ങനെ 1, 2, 3, 4, 5, 6 ക്രമത്തിൽ ഒരു 8 ഉത്തരം പറയാൻ കുറിപ്പ് എൻ്റെ ആശയപ്പുര എന്ന കീശയ്ക്കകത്ത് ഇരിപ്പുണ്ട്. എന്നാൽ അതെല്ലാം പറയാൻ ഞാൻ ശരീരത്തിൽ ഇന്ന് ബലമുള്ളവനല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ കുത്തിടുന്നു.